നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അസദിനെ പുറത്താക്കിയതിന് ഉത്തരവാദി US-ഉം ഇസ്രയേലുമെന്ന് ഖമേനി. മുൻ സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസദിനെ പുറത്താക്കുന്നതിലേക്ക് നയിച്ച സംഭവങ്ങൾ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ആസൂത്രണം ചെയ്തതാണെന്നതിന് ടെഹ്റാന്റെ പക്കൽ തെളിവുകൾ ഉണ്ടെന്നാണ് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി പറയുന്നത്. പ്രധാന ആസൂത്രകർ അമേരിക്കയാണ് എന്നും പറയുന്നു. ഞായറാഴ്ച പുലർച്ചെയോടെ വിമത സൈന്യം ഡമാസ്കസ് പിടിച്ചെടുക്കുകയും മിഡിൽ ഈസ്റ്റ് ക്രോസ് റോഡുകളിൽ 50 വർഷത്തിലേറെയായി ഉണ്ടായിരുന്ന അസദ് ഭരണത്തിന്റെ ചിഹ്നങ്ങൾ തകർത്തെറിയുകയും ചെയ്തു. കഴിഞ്ഞ 3 മാസമായി സിറിയൻ സർക്കാരിന്റെ സ്ഥിരതയ്ക്കെതിരായ ഭീഷണികളെക്കുറിച്ച് ഇറാനിയൻ ഇന്റലിജൻസ് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നാണ് ഖമനേയി അവകാശപ്പെടുന്നത്. ദമാസ്കസ് പക്ഷേ ശത്രുവിനെ അവഗണിച്ചു എന്നാണ് പരമോന്നത നേതാവ് പറയുന്നത്. അർദ്ധ ഔദ്യോഗിക തസ്നീം വാർത്താ ഏജൻസിയാണ് ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതോടെയാണ് മുമ്പെങ്ങും ഇല്ലാത്ത വിധം മിഡിൽ ഈസ്റ്റിൽ ഉടനീളം പ്രതിരോധം വ്യാപിപ്പിക്കുമെന്നും ദൈവത്തിന്റെ സഹായത്തോടും ശക്തിയോടും കൂടി ഇറാൻ കൂടുതൽ ശക്തവുമാകും എന്നാണ് ഖമേനി അവകാശപ്പെടുന്നത്. പ്രദേശത്തെ തീവ്രവാദ ഗ്രൂപ്പുകളെയും പ്രോക്സികളെയും പിന്തുണയ്ക്കുന്ന പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് കെട്ടിപ്പടുക്കുന്നതിനുള്ള ദശാബ്ദങ്ങൾ നീണ്ട തന്ത്രം അപ്പാടെ തകർന്നിരിക്കുകയാണ്. ഗാസയിലെ ഹമാസിനെയും ലെബനാനിലെ ഹിസ്ബുള്ളയെയും ഇസ്രയേൽ തോൽപ്പിച്ചതോടെ പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് ഒടിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ഏപ്രിലിലും ഒക്ടോബറിലും ടെഹ്റാൻ ഇസ്രയേലിനെതിരെ 2 ആക്രമണങ്ങൾ നടത്തിയിരുന്നു. ഇതിന് പകരമായി ഇസ്രയേൽ ഇറാനിൽ നടത്തിയ ആക്രമണത്തിന് ശേഷം ഇതുവരെ ഖമനേയി ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നുപോലും സംശയമായിരുന്നു. ഖമനേയിയുടെ പ്രധാന ഉപദേഷ്ടാവായ അലി അക്ബർ വെലായിദി ഒരിക്കൽ അസദിനെയും സിറിയയെയും മേഖലയിലെ പ്രതിരോധ ശൃംഖലയുടെ സുവർണ വളയമെന്നാണ് പറഞ്ഞിരുന്നത്. സിറിയൻ ഗവൺമെന്റ് ഇല്ലെങ്കിൽ ഈ ശൃംഖല തകരുകയും ഇസ്രയേലിനും അതിന്റെ പിന്തുണക്കാർക്കുമെതിരായ പ്രതിരോധം ദുർബലമാകുമെന്നും അദ്ദേഹം പറഞ്ഞു വച്ചിരുന്നു. ഇപ്പോൾ ഇസ്രയേൽ ഗോലാൻ കുന്നുൾപ്പെടെ സിറിയൻ ഭാഗങ്ങൾ പിടിച്ചെടുത്തതോടെ പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് പൂർണ്ണമായും പൊട്ടിയിരിക്കുകയാണ്. ചങ്ങലയിലെ ആ വിള്ളൽ അക്ഷരാർത്ഥത്തിൽ തന്നെ സംഭവിച്ചിട്ടുമുണ്ട്. ലെബനനിലെ ഹിസ്ബുള്ളയിലേക്ക് ആയുധങ്ങളും മറ്റ് സാധനങ്ങളും എത്തിക്കുന്നതിന് ഇറാനെ സഹായിക്കുന്നതിൽ ഒരു പ്രധാന ഭൂമിശാസ്ത്രപരമായ ലിങ്കായിരുന്നു സിറിയ. ഇതിന്റെ നഷ്ടം ഇപ്പോൾ ഹിസ്ബുള്ളയെ കൂടുതൽ ദുർബലമാക്കിയിട്ടുമുണ്ട്. അസദ് ഭരണകൂടത്തിന്റെ തകർച്ചയ്ക്ക് പിന്നാലെ കഴിഞ്ഞ ദിവസങ്ങളിൽ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി നടന്ന വ്യോമാക്രമണങ്ങൾക്ക് പിന്നാലെ സിറിയയുടെ യുദ്ധക്കപ്പലുകളെല്ലാം ഇസ്രയേൽ തകർത്തെറിഞ്ഞു. തിങ്കളാഴ്ച രാത്രി അൽബൈദ, ലതാക്കിയ തുറമുഖങ്ങളിൽ നങ്കൂരമിട്ടിരുന്ന 15ഓളം കപ്പലുകൾ പൂർണ്ണമായും ഇസ്രയേൽ തകർത്തിട്ടുണ്ട്. തുറമുഖങ്ങൾക്കും കാര്യമായ നാശനഷ്ടം ഉണ്ടാക്കി. കഴിഞ്ഞ 2 ദിവസങ്ങളായി 480ഓളം ആക്രമണങ്ങളാണ് സിറിയയിൽ ഇസ്രയേൽ സൈന്യം നടത്തിയിട്ടുള്ളത്. അസദ് നാടുവിടുകയും സിറിയ വിമതർ പിടിച്ചെടുക്കുകയും ചെയ്തതിനു പിന്നാലെ തന്ത്രപ്രധാനമായ ഗോലാൻ കുന്നുകളും ഇസ്രയേൽ കൈവശപ്പെടുത്തിയിരുന്നു. ഇവിടുത്തെ ബഫർ സോണിലേക്കും അതിനപ്പുറത്തേക്കും ഇസ്രയേൽ കരസേനയെ വിന്യസിച്ചതായാണ് വിവരം. ഇതിനിടെ പശ്ചിമേഷ്യയുടെ മുഖം തങ്ങൾ മാറ്റുകയാണെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചിരുന്നു. ബാഷർ അൽ അസദ് ഭരണത്തിന്റെ തകർച്ചയെ പുതിയതും നാടകീയവുമായ ഒരു അധ്യായം എന്നാണ് നെതന്യാഹു വിശേഷിപ്പിച്ചത്. സിറിയൻ ഭരണകൂടത്തിന്റെ തകർച്ച ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും ഇറാനും ഞങ്ങൾ നൽകിയ കനത്ത പ്രഹരത്തിന്റെ നേരിട്ടുള്ള ഫലങ്ങൾ തന്നെയാണ്. ഞങ്ങൾ പശ്ചിമേഷ്യയുടെ മുഖം മാറ്റുകയാണ് എന്ന് നെതന്യാഹു വാർത്താസമ്മേളനത്തിലും പറഞ്ഞു. ശത്രുതയുടെ ഒരു ശക്തിയെയും തങ്ങളുടെ അതിർത്തിയിൽ നിലയുറപ്പിക്കാൻ അനുവദിക്കില്ല എന്നും ഗോലൻ കുന്നുകൾ കൈവശപ്പെടുത്തിയ ശേഷം നെതന്യാഹു പറഞ്ഞിരുന്നു. മലയാളി വാർത്ത ഇൻസൈഡ്.